കണ്ണാടി നാഗരാജ നാഗേക്ഷി ഭദ്രകാളി ക്ഷേത്രമാണ്. പൂർവ്വകാലത്ത് ഇവിടെ 2-3 കുടുംബങ്ങളായിട്ട് ആചരിച്ചിരുന്ന ഒരു ആരാധന സമ്പ്രദായമായിരുന്നു. ഒരു 3-4 വർഷം മുമ്പ് ഞങ്ങൾ ദേവഹിതം ചിന്തിച്ചപ്പോൾ ഇവിടെ സർപ്പദേവതകൾക്ക് അതിപ്രാധാന്യം കൊടുക്കണമെന്ന്, ആ സർപ്പദേവതകൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഈ നാട് തന്നെ ഉയരും എന്ന് കാണുകയുണ്ടായി. അങ്ങനെ ഒരു 3 വർഷം മുമ്പ് സർപ്പദേവതകളെ നാഗരാജ നാഗേക്ഷി നാഗകന്യകാ ഭാവത്തിലും ചിത്രകൂടം എന്ന ഭാവത്തിലുമൊക്കെ പ്രതിഷ്ഠിക്കേണ്ടത്. ആ പ്രതിഷ്ഠ കഴിഞ്ഞ് കൃത്യമായി 1 വർഷം തികഞ്ഞപ്പോൾ ഞങ്ങളൊരു ദേവഹിതം നോക്കിയപ്പോൾ ഭഗവതിക്ക് പൂർണ്ണമായ ശ്രീകോവിലിൽ കുടിയിരിക്കണം എന്നൊരു ആഗ്രഹമുള്ളതായി ദേവഹിതത്തിൽ തെളിയുകയുണ്ടായി. ആ ദേവഹിതം വെച്ച് ഞങ്ങൾ ഭഗവതിക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ നാട് ഉയരുമെന്നും 1 വർഷം പോലും വേണ്ട ഇവിടെ ഒരു ക്ഷേത്ര സമുച്ചയം ഉണ്ടാകുവാൻ കഴിയുമെന്നും കാണുകയുണ്ടായി. അതിൻ പ്രകാരം ഭദ്രകാളി ദേവിയെ ലിപി സരസ്വതി ഭാവത്തിൽ, മൂകാംബിക ദേവിയുടെ അതേ ഭാവത്തിൽ ഞങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തോടനുബന്ധിച്ച് തന്നെ 168 ദിവസങ്ങൾ കൊണ്ട് ഒരു മഹാക്ഷേത്രം ധ്വജത്തോടു കൂടി നിർമ്മിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദിവസം മുതൽ എല്ലാ ദിവസവും എന്നോണം ഇവിടെ ശിവപുരാണം, ഭാഗവതം, സപ്താഹം, ചണ്ഡികാഹോമം തുടങ്ങിയ ചടങ്ങുകൾ ഭാരതത്തിലെ പ്രശസ്തരായ തന്ത്രിമാർ വന്നു, പ്രശസ്തരായ സന്യാസിവര്യന്മാർ വന്നു ഇവിടെ പല ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതം എന്നോണം ഈ നാടും നാട്ടുകാരും തന്ത്രി എന്ന നിലയിൽ ഞാനും ഭക്തൻ എന്ന നിലയിൽ ഞാനും വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 12 മാസത്തിൽ മിക്കവാറും എല്ലാ മാസവും സ്റ്റേജ് പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രകലകൾ കൃത്യതയോടെ മൂകാംബികയിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ പാലിച്ചു എന്ന് ഞങ്ങൾ പോലും അറിയാതെ 1 വർഷം എത്താറായപ്പോൾ ഇവിടെ പലരുടെയും മനസ്സിലുണ്ടായൊരു ആശയമാണ് ശങ്കരാചാര്യ സ്വാമിയെ കേരളത്തിൽ ജന്മസ്ഥലം ഉണ്ടായിട്ട് പോലും വേണ്ടത്ര രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ല എന്ന് ഒരു ചർച്ച വരികയും ശങ്കരാചാര്യ സ്വാമിയുടെ ഒരു ചെറിയ വിഗ്രഹം വെക്കുവാൻ തീരുമാനിക്കുകയും ഇവിടെ ഞങ്ങൾ എന്ത് തീരുമാനിച്ചാലും ചെറുതാവില്ല, അത് വലുതാകും എന്നുള്ളത് നാച്ചുറലായിട്ട് ഇവിടെ നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെറിയൊരു ബിംബപ്രതിഷ്ഠ തീരുമാനിച്ച് നമുക്ക് ഇന്ന് ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള 13 അടിക്ക് മേൽ ഉയരമുള്ള ശങ്കരാചാര്യ സ്വാമിയുടെ പ്രതിഷ്ഠ വെക്കുവാനിടയായി. അതിന് താഴെ രാജരാജേശ്വര ഭാവത്തിൽ ദക്ഷിണാമൂർത്തി സദാശിവനാണ്, അതായത് ശിവകുടുംബമായിട്ട് കൽപ്പിച്ച് പ്രതിഷ്ഠിക്കുവാനിടയായി. കേരളത്തിലെ ഏറ്റവും വലിയ 25 കോൽ ചുറ്റിലുള്ള പഞ്ചവർഗത്തറ കെട്ടിയിട്ട് നവഗ്രഹങ്ങളെ വിദ്യാമണ്ണം പ്രതിഷ്ഠിക്കുവാനിടയായി. പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതിയും ഭുവനേശ്വരി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയും അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനും. ഗജപൃഷ്ഠ ശ്രീകോവിൽ വളരെ അപൂർവമാണ്. ഗജപൃഷ്ഠ ശ്രീകോവിലിൽ ധർമ്മത്തെ ശാസിക്കുന്നവനെന്ന ധർമ്മശാസ്ത്രനെ പ്രതിഷ്ഠിക്കുവാനിടയായി. പിന്നെ ഇവിടെ ഗുരുകാരണവന്മാരായിട്ട് ഗുരുവും അതുപോലെ തന്നെ ഖണ്ഡാകർണ സ്വാമിയും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു ക്ഷേത്ര സമുച്ചയം ഒരു 168 ദിവസം കൊണ്ട് പണിയുക എന്ന് പറഞ്ഞാൽ ധനമുണ്ടെങ്കിൽ അത് നടക്കാറില്ല. അത് ആ ദേവിയുടെ നിശ്ചയം കൊണ്ട് മാത്രമാണ് നടക്കുക. നമുക്കറിയാം ഭാരതത്തിൽ ഈ കണ്ട ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾക്ക് കൂട്ടായ്മ ഉണ്ടാകുവാനും നമ്മളിലെ പല കാര്യങ്ങളെയും പരിപോഷിപ്പിക്കുവാനാണ്. കാരണം ഭദ്രം കലയിതി ഭദ്രകാളി എന്നാണ് പറയുക. 64 കലകൾക്കും ആധിപത്യമുള്ള ഭഗവതിയാണ് ഭദ്രകാളി. അപ്പോൾ ആ ഭദ്രകാളിയുടെ കലകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാ ദിവസവും ഇവിടെ കലാപരമായ കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളൊക്കെ കല അഭ്യസിച്ചിട്ട് ആദ്യം അത് തുടങ്ങുന്നത് ക്ഷേത്ര സമിതത്തിലായിരുന്നു പൂർവ്വകാലത്ത്. ഇപ്പോൾ വീണ്ടും ഇവിടെ അത് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അത്ഭുതം കൂടെ ഉണ്ട്. നമുക്കറിയാം അൻപ് ലായേതി ഇത് അൻപാലയം, അമ്പലം എന്ന് വിളിക്കുന്ന ക്ഷേത്രങ്ങളെ അൻപ് ലായേതി അൻപാലയം, അതൊരു തമിഴ് വാക്കാണ്. അൻപിനെ ലായം ചെയ്യുന്ന സ്ഥലം, അതാണ് അൻപാലയം. ലോപിച്ച അമ്പലമായത്. ഇവിടെ സ്നേഹം തന്നെയാണ് ലായം ചെയ്യേണ്ടത്. പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ ലായം ചെയ്തിട്ട് ഭക്തജനങ്ങൾ ഒരു പരിധിയിലധികം യൂണിറ്റി ഉള്ളവരായും അവരുടെ യൂണിറ്റി ദേശജനങ്ങൾക്ക് യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനൊക്കെയാണ് പൂർവികർ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. പലർക്കും തോന്നാം ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് എന്താണ് നാടിന് നേട്ടം എന്നുള്ളത്. ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ അറിവിൻ്റെ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ഗുരു എത്ര കണ്ട് നമ്മളെ കൈപിടിച്ചുയർത്തുന്നു അതിനും എത്രയോ മടങ്ങ് മുകളിലാണ് ഒരു ദേശജനതയെ, ഒരു ഗ്രാമത്തെ പിടിച്ചുയർത്തുന്നൊരവസ്ഥയാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഭഗവതി കുടിയിരുന്നപ്പോൾ മുതൽ തന്ത്രിയാകുന്ന എനിക്ക് വരെയും മാറ്റങ്ങളുണ്ട്. അത് മാത്രമല്ല, വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നമോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടല്ല ഈ ക്ഷേത്രങ്ങൾ പണിതിട്ടുള്ളത്. ഞങ്ങൾ രാശി എടുക്കുന്നു, ഇവിടെ ഇത് ചെയ്താൽ ദേവിക്ക്
തൃപ്തിയാണോ എന്ന് ചോദിക്കുന്നു. യെസ് ഓർ നോ നോക്കിയിട്ട് ക്ഷേത്രം പണിത ഒരു ക്ഷേത്രമാണ്. ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ ക്ഷേത്രങ്ങളൊക്കെ വളരെ അപൂർവമാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയിട്ടുള്ളത്. എന്നോട് ചോദിക്കും, ഞാൻ രാശി എടുക്കും, ഫലം പറയും. ഇന്ന് വരെയും 1 വർഷത്തിൽ കൂടുതൽ ഒരു ക്ഷേത്രവും പാലാലയത്തിൽ ഇരുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ അത്ഭുതമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ 100ാമത്തെ പ്രതിഷ്ഠയാണ്. എനിക്ക് തോന്നുന്നു ഒരു 46 വയസ്സുകാരനായ ഒരു തന്ത്രിയുടെ 100ാമത്തെ പ്രതിഷ്ഠ. എനിക്കതിന് അറിവുണ്ടോന്നൊന്നും അറിയില്ല, പക്ഷെ ഒരു നിയോഗമാണ്. അതായത് എൻ്റെ 18 വയസ്സിൽ ചെങ്കോട്ടുകോണം മഠാധിപതി സത്യാനന്ദ സരസ്വതി എന്നൊരു സ്വാമിയുണ്ട് കേരളത്തിൽ. വളരെ വിപുലമായ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞത് അതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം പലതും വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണം, ശബരിമലയിലെ വാപുരൻ എന്ന ആ വാക്ക് ആദ്യമായി 96-ൽ ഉപയോഗിച്ചത് സ്വാമിയാണ്. കേരളത്തിൽ അയ്യപ്പസ്വാമിക്ക് വാവരസ്വാമി എന്ന് പറയുന്ന ഒരു സതീർത്ഥനില്ല എന്നും ശിവന്റെ ഭൂതഗണമായ വാപുരനാണതെന്നും ആദ്യമായി പറഞ്ഞ് ശഠിച്ചത് സ്വാമിജിയായിരുന്നു. അന്ന് സ്വാമിജി എല്ലാവരും ഹിന്ദു തീവ്രവാദി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ആ ഹിന്ദു തീവ്രവാദി എന്ന സ്വാമിയായിരുന്നു, ആ സന്യാസിവര്യനായിരുന്നു. ഒരു 18 വയസ്സുകാരൻ എന്നെ പിടിച്ചിട്ട് പാഞ്ചാലമേട് ദേവസ്ഥാന ക്ഷേത്രയോഗം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൽ ഇദ്ദേഹം ബാലാലയം നടത്തിക്കോളൂ, ആ ബാലാലയം ഇദ്ദേഹം നടത്തിയാൽ ഏകദേശം ഇദ്ദേഹം ഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരാളായി തീരുമെന്ന് അദ്ദേഹം അന്ന് കണ്ട ദീർഘവീക്ഷണമാണ് ഇന്ന് 100ാം ക്ഷേത്രത്തിൽ എത്തി നിൽക്കുക. അപ്പോൾ നമ്മളുടെ ഋഷിവര്യന്മാരുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്ന് നമുക്കറിയാം. ഭാരതീയ പൈതൃകത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുവാൻ നമ്മുടെ ഋഷിവര്യന്മാർ കണ്ടെത്തിയ ഒരു സ്വപ്നമായിരുന്നിരിക്കണം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ആരാധനകളും ഒക്കെ. ഈ അവസരത്തിൽ സത്യാനന്ദ സരസ്വതി സ്വാമിയെ വിസ്മരിച്ചുകൂടാ. അപ്പം ഇവിടെയും ഭാരതത്തിലെ മുഴുവൻ സന്യാസിമാരും വന്നിട്ട് യതിപൂജകൾ നടത്താറുണ്ട്, വിശേഷാൽ പൂജകൾ നടത്താറുണ്ട്. അതൊക്കെ ഒരു അത്ഭുതമായി കാണുന്നു. കാരണം കാലടിയിൽ പോലും സന്യാസിമാർക്ക് വന്നിട്ട് ഒരു ദിവസം കുളിച്ച് ജപിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ആചാരങ്ങൾ നടത്താൻ പലരും അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള സന്യാസിവര്യന്മാർ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ക്ഷേത്രത്തിൽ വരണമെന്നും ശങ്കരാചാര്യരെ പൂജിക്കണമെന്നും ഒരു ദിവസമെങ്കിലും ഇവിടെ താമസിക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ശബരിമല സീസണാകുമ്പോൾ അയ്യപ്പന്മാർക്ക് വിരിവെക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു ക്ഷേത്രത്തെ കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് ചോദിക്കുന്നവരോട് 1 വർഷമേ ആയിട്ടുള്ളൂ ഈ ക്ഷേത്രം പണി കഴിഞ്ഞിട്ട്. കഴിഞ്ഞ 1 വർഷത്തെ ക്ഷേത്രത്തിലെ വരുമാനം ഏകദേശം 4.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. വരുമാനം, ചിലവ് ഞങ്ങൾ കൂട്ടുന്നില്ല. ആ വരുമാനം 1ാം വാർഷികമായ ഈ ഉത്സവത്തിൻ്റെ തലേ ദിവസം അമ്മ നഷ്ടപ്പെട്ടൊരു കുട്ടിയുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ഭക്തജനങ്ങൾ അവർ വന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നടത്തി കാണിക്കേറ്റ ധനം അവർക്ക് തന്നെ പ്രയോജനപ്പെടണം. അത് തന്നെയായിരുന്നു ക്ഷേത്രത്തിൻ്റെ ധർമ്മം എന്ന് കാണിക്കാൻ ഞങ്ങൾ തുടക്കം വെച്ചു. ഇനി വരുന്ന വരുമാനങ്ങൾ കൊണ്ട് അടുത്ത വർഷം 10 കുട്ടികളെ കെട്ടിക്കുവാനോ വിവാഹം കഴിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഒരു 10 കുട്ടികൾക്ക് പഠന വിഷയത്തിനോ തികയാനിടയാവട്ടെ. 10 പേരുടെ ചികിത്സാ സഹായം എന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം ക്ഷേത്രങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് ആതുരാലയത്തിന് തുല്യമാണ്. രോഗം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചികിത്സാ സഹായം ആവശ്യമില്ല, ആരും രോഗികളാവില്ല എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുമാത്രമല്ല, കർക്കിടക മാസം മുതൽ ഈ ക്ഷേത്രത്തിൽ ദിവ്യ ഔഷധ കലശം നടക്കാൻ പോകുന്നു. എല്ലാ മാസവും കഷായ കലശം എന്നൊരു ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് 2ാമത്തെ ഞായറാഴ്ചയാണ്. ആ കഷായ കലശം കൃത്യമായൊരു 12 മാസം നേർച്ച നേർന്ന് നടക്കുന്നവർക്ക് കൃത്യമായി രോഗശാന്തി വന്നിരിക്കും, അവർക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവും, അവരുടെ ദുർമേധസ് നശിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതും ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ മാസവും നവഗ്രഹ ദമ്പതി പൂജയും നവഗ്രഹ ദമ്പതി ഹോമവും നടക്കാൻ പോകുന്നു. ഇങ്ങനെ ചില പ്രത്യേകതകൾ ക്ഷേത്രത്തിനുണ്ട്. ഞാൻ പറയല്ലോ, 168 ദിവസം കൊണ്ട് രാജാവ് പണി കഴിപ്പിച്ചിരുന്ന ക്ഷേത്രങ്ങൾ വരെയും 4-5 വർഷം എടുത്തിരുന്നു പൂർവ്വകാലത്ത്. ഇന്ന് ഒരു യജമാനൻ അദ്ദേഹം ഭക്തജനങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ പരദേവതാ മൂർത്തികളാണെങ്കിലും ഒരു കുടുംബക്ഷേത്രമില്ലാതെന്ന് പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഈ നിർമ്മിച്ച് നൽകുന്ന ക്ഷേത്രം എനിക്കും എൻ്റെ കുടുംബത്തിനും അവകാശമില്ല, പകരം ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർമ്മിച്ച് നൽകിയൊരു വ്യക്തിത്വമുണ്ട്, ദാസ് പ്രകാശ് എന്ന്. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിയോഗത്തെയാണ് അവിടെ കാണിക്കുക. അല്ലാതെ അദ്ദേഹം പൈസ ഉണ്ടായിട്ട് നിർമ്മിച്ച് നൽകിയെന്നല്ല. പൈസ ഉണ്ടായിട്ട് 25 വർഷമായിട്ട് ക്ഷേത്രം പണിയാതിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എൻ്റെ ഈ യാത്രയിൽ ഞാൻ ധാരാളം ആൾക്കാരെ ധനമുണ്ടായിട്ട് ബാലാലയത്തിൽ 5 വർഷം കഴിഞ്ഞിട്ട് 7 വർഷമായ ക്ഷേത്രങ്ങൾ വരെ എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. 1 വർഷം കൊണ്ട് ക്ഷേത്രം വന്നു. അതിൻ്റെ 1ാം വാർഷികത്തിൽ ഇവിടെ എല്ലാവിധത്തിലുള്ള സമ്പൂർണ്ണ ക്ഷേത്ര സമുച്ചയം വന്നു. അതൊക്കെ ഒരു അത്ഭുതമായി കാണുന്നു. അപ്പോൾ ഭഗവാൻ അമ്മ നേരിട്ട് അനുഗ്രഹിച്ചു എന്നുള്ളത് ഇദ്ദേഹത്തെയാണ്. ദാസ് നിർമ്മിച്ച് ഭക്തജനങ്ങൾക്ക് തന്നത് അദ്ദേഹമാണ്. ബാലൻസ് അദ്ദേഹം നിങ്ങളോട് സമ്മതിക്കുന്നതാണ്. അതിനോട് ഭംഗിയായിട്ട് പറയുക അങ്ങയുടെ അമ്മയുടെ കാര്യം. അല്ല, അമ്മയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 168 ദിവസം കൊണ്ട്
നമ്മൾ 128 ദിവസം കൊണ്ട് പ്രതിഷ്ഠിച്ചു. പിന്നെ നമ്മൾ എനിക്ക് തന്നൊരു നിയോഗം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു നമ്മൾ അഹങ്കാരത്തോടുകൂടി അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെ നമ്മളുടെ ധർമ്മം നന്നാകണം, സനാതന ധർമ്മം. ഇപ്പോൾ എനിക്ക് 2 മക്കളാണ്, ടിൻസ് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ സമൂഹം മൊത്തം മലിനീകരണപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ ധർമ്മം നശിച്ച് അങ്ങനെ ആ സമൂഹത്തിൽ വളരുമ്പോൾ ഞാൻ എത്ര വലിയ ഭക്തനായാലും ഭൂരിപക്ഷത്തിനെ കണ്ടിട്ട് എൻ്റെ മക്കൾ വളരുള്ളൂ. തീർച്ചയായും. അപ്പം ആ ഒരു സൊസൈറ്റി സമൂഹത്തിനെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല സംസ്കാരം വളർത്താൻ പറ്റിയാൽ, അപ്പോൾ അവരെ കണ്ട് എൻ്റെ മക്കൾ വരുമ്പോൾ അവരിലും ഭക്തിയും ധർമ്മങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഇത് ചെയ്യുന്നതാണ്. പിന്നെ ആദിശങ്കരുടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലടിയിൽ ജനിച്ചു, കേരള മണ്ണിൽ ജനിച്ചു. കേരളീയർ ഒരിക്കലും ബഹുമാനിക്കാത്തൊരു ആചാര്യനായിരുന്നു. നമ്മൾ മലയാളികൾ അദ്ദേഹത്തിനോട് ഭയങ്കരമായ ഒരു പാപം ചെയ്തു. അദ്ദേഹത്തിനെ ബഹുമാനിക്കുക, ഇന്ത്യയുടെ ഈ കേരളത്തിൻ്റെ വെളിയിൽ ഏത് രാജ്യത്ത് പോയാലും ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ ഭയവും ഭക്തിയും ബഹുമാനവുമായിട്ടാണ്. പക്ഷെ നമുക്ക് മാത്രം നമ്മൾ വിളിക്കുന്നതിനെ ചിലപ്പോൾ ശങ്കരൻ എന്നൊക്കെയാണ് വിളിക്കുക, ഒരു ആചാര്യൻ എന്നുള്ള ഇതുപോലും ഇല്ല. അപ്പോൾ അദ്ദേഹത്തോട് ചെയ്ത പാപത്തിന് നമ്മൾ മലയാളികൾ ഒന്നടങ്കം സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ചെയ്തൊരു ചെറിയൊരു പ്രായച്ചിത്തം മാത്രമാണ് ഇത്. ഇതൊരു തുടക്കമാകട്ടെ, ഈ സമൂഹത്തിൻ്റെ മലിനീകരണം മാറ്റട്ടെ. നമ്മൾ ശങ്കരാചാര്യ ജന്മം കൊടുത്ത് തന്നെ ഇതുപോലെ 72 മതങ്ങൾ തമ്മിലുള്ള ഒരു തർക്കങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴാണ് ശങ്കരാചാര്യ ജന്മം കൊടുത്തത്. അദ്ദേഹം വാക്കിലൂടെ, ആയുധത്തിലൂടെ അല്ലാതെ വാക്കിലൂടെ എല്ലാവരെയും തോൽപ്പിച്ച് സമാധാനം കുറിച്ച് അദ്വൈത ഭാരതം സൃഷ്ടിച്ച അദ്ദേഹമാണ്. അപ്പോൾ വീണ്ടും ഇപ്പോഴും അതേ അവസ്ഥയാണ് നമ്മളുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. 72 മതങ്ങൾ ഇപ്പോൾ ജാതി മതം എല്ലാം പറഞ്ഞ് കലുഷിതമായി നിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിന് നമുക്ക് ദാർശനികതയും ഈ സമൂഹത്തിൽ വരട്ടെ. ഈ സമൂഹം നന്നാകട്ടെ. അതിലൂടെ എൻ്റെ മക്കളും ആ ഒരു സമൂഹത്തിൽ ജീവിക്കട്ടെ. ഈ കലുഷിതമായ മലിനീകരണപ്പെട്ട ഒരു അന്തരീക്ഷത്തിലല്ലാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കട്ടെ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് ചിലവാക്കിയ പൈസ ഞാൻ ബാങ്കിലിട്ട് വയ്ക്കുകയാണെങ്കിൽ അവർക്കൊരു സമ്പാദ്യമാകും. അച്ഛൻ ഇത്രയൊക്കെ ഇട്ട് വെച്ചു. പക്ഷേ അവരുടെ മാർഗം നല്ലതല്ലെങ്കിൽ ഞാൻ എത്ര കോടി ഇട്ടാലും അവർക്ക് പറ്റും. അവരുടെ മാർഗം ഞാൻ നന്നാക്കി കൊടുത്താൽ അവരുടെ ബാങ്കിൽ ബാലൻസ് ആവശ്യമില്ല, അവരുടെ ജീവിതം പൂർണ്ണമാകും. അതുപോലെ ഓരോ മക്കളും, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ മക്കളും എൻ്റെ മക്കളെ അനുഭവിക്കുന്ന വേദന ആ മക്കളുടെയും കൂടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണിത്. എല്ലാവരും ഇവിടെ വരണം. ശങ്കരാചാര്യരുടെ ആ ഒരു തത്വം, ആശയം, അദ്വൈതം എല്ലാം മനസ്സിലാക്കി ആ പാത പിന്തുടരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം. ഇതിനകത്ത് സാമ്പത്തിക ലാഭം എന്നുള്ളൊരു ചിന്തയില്ല. ദൈവം സഹായിച്ച് എനിക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ദൈവം തന്നിട്ടുണ്ട്. ഒരു പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. അപ്പം എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഇനിയും അതങ്ങനെ പോട്ടെ എന്നുള്ളത്. ദൈവയുടെ അനുഗ്രഹം കൊണ്ട് സമൂഹവും എല്ലാവരും ശങ്കരാചാര്യ ഈ ദേശം ശങ്കരൻ്റെ പുണ്യഭൂമി എന്നറിയപ്പെടണം. നമ്മൾ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ വാതിലാണല്ലോ കേരളത്തിലോട്ട് പാലക്കാട് ജില്ല. ആ വാതിൽ എന്നും നന്മയ്ക്കായി തുറക്കപ്പെടട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. സന്തോഷം. ഇത്രയും നേരം നമ്മളോടൊപ്പം പങ്കുവച്ചതിൽ എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് എല്ലാ മലയാളികളും വന്ന് ശങ്കരന് നമ്മൾ ചെയ്യുന്ന പ്രായച്ചിത്തം, ആദിശങ്കരാചാര്യർക്ക് നമ്മൾ ആ പാദങ്ങളിൽ പ്രായച്ചിത്തമായിട്ട്. ഓക്കെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.